പള്ളിയിൽ ഖുർആനിന്റെ ആയത്തുകൾ ഓതിയിട്ട് മരണവും ഖബറും നരകവും പരലോകവും എല്ലാം പറയുകയാണ്. ഉസ്താദന്മാര് പറയുമ്പോ ഉസ്താദന്മാർ ഇതൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. പെങ്ങളോട് പറയുന്ന മോളെ, നിന്റെ തലമുടിയിലെ ഒരെണ്ണം പോലും നീ പുറത്തിട്ടുകൊണ്ട് നടക്കരുത്, അത് വലിയ പാപമാണ്. ഉസ്താദന്മാർ ഇതൊക്കെ പറയുമ്പോ ഉസ്താദന്മാര് ഖുർആനിന്റെ ആയത്തോതിയിട്ട് പറയുന്നു, അല്ലാഹനെ പേടിച്ച് ജീവിക്കടാ, അഹങ്കാരികളെ പോലെ നടക്കല്ലേ, ധിക്കാരികളെ പോലെ മടക്കല്ലേ മോനെ. നരകമുണ്ടടാ, നരകത്തിന്റെ ശിക്ഷ കഠിനമാണ്, നരകത്തിന്റെ തീ വല്ലാത്തതാണ് എന്ന് ഉസ്താദന്മാര് പറഞ്ഞു കൊടുക്കുമ്പോ ചെറുപ്പക്കാര് ചോദിക്കുന്നു, ഉസ്താദേ നരകം എവിടെയായിരിക്കുന്നത്? ഇതൊക്കെ ചുമ്മാതെ പേടിപ്പിക്കുന്നതല്ലേ, ഇതൊക്കെ തള്ളലല്ലേ ഉസ്താദേ? നരകം ഇരിക്കുന്നത് എവിടെയാണ്? ആകാശത്തിലാണോ, ഭൂമിയിലാണോ, കടലിനടിയിലാണോ? എന്റെ പ്രിയപ്പെട്ട പെങ്ങള് പറയുന്ന, ഉസ്താദേ അല്ലാഹു നരകവും സ്വർഗവും സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ടല്ലോ, എല്ലാരും സ്വർഗത്തിൽ പോയാ നരകത്തിൽ പോകാൻ ആള് വേണ്ടേ? ഇല്ലെങ്കിൽ അല്ലാഹു നാണം കെട്ടുപോകില്ലേ? അതുകൊണ്ട് ഞങ്ങളൊക്കെ നരകത്തിൽ പൊക്കോളാ എന്ന് പരിഹസിക്കുന്ന പെങ്ങളെ, നദാ നരകം ഇരിക്കുന്നത് എവിടെയാണെന്ന് ചോദിക്കുന്ന യുവത്തവേ, ഞങ്ങളൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ലെങ്കിൽ, ഉസ്താദന്മാര് ഖുർആനും ഹദീസും പറഞ്ഞിട്ട് നിങ്ങളോട് പറയുമ്പോ നിങ്ങൾക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, അല്ലാഹുവേ കണ്ണുകൊണ്ട് കണ്ടാ വിശ്വസിക്കുമോടാ ചെറുപ്പക്കാരാ? എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് പറയുകയാ, കണ്ണുകൊണ്ട് കണ്ടാ വിശ്വസിക്കുമോ മോളെ? എങ്കിൽ അല്ലാഹു നിന്റെ കണ്ണിന്റെ മുന്നിലേക്ക് നരകത്തെ കൊണ്ടുവരുമല്ലോ, എല്ലാവരും കാണുമല്ലോ. എപ്പോഴാണ് നരകത്തെ കാണുന്നതെന്നറിയോ? ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂർ എന്ന് പറയുന്ന കാഹളത്തിൽ രണ്ടാമത് മൂതുമ്പോ പള്ളിപ്പറമ്പിൽ ആറടി മണ്ണെന്ന് പറയുന്ന കബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന ദിവസമുണ്ടല്ലോ. നാളെ കബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് പടച്ചറപ്പിന്റെ കോടതിയിലേക്ക് പന്നിയുടെ കോലത്തില്, പട്ടിയുടെ കോലത്തില്, കഴുതയുടെ രൂപത്തില്, പേപ്പട്ടിയുടെ രൂപത്തില് നടന്നു വരുന്നവർ, ഇടഞ്ഞു വരുന്നവർ, മുഖത്ത് മാംസമില്ലാത്തവർ, കുഷ്ഠരോഗികളെ പോലെ വരുന്നവർ, പിന്താരങ്ങളിൽ കൊടികുത്തി വെച്ച് വരുന്നവർ, നാളെ കബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് ഉടുതുണിയില്ലാതെ ഞാനും നിങ്ങളും എഴുന്നേറ്റ് പോകുമല്ലോ. പേടിച്ച് വിറച്ചവരെ പോലെ നഗ്നരായിട്ട് ചേലാകർമ്മം ചെയ്തിട്ടില്ല, ഉമ്മ പ്രസവിച്ചിട്ടതുപോലെ ആണുങ്ങളും പെണ്ണുങ്ങളും നാളെ കബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് കടന്നു പോകുമല്ലോ. ഒരാളും അവിടെ നിന്ന് വസ്ത്രം ധരിച്ചിട്ടില്ല, ഒരാളും അവിടെ നിന്ന് ചെരുപ്പെട്ടിട്ടില്ല, നഗ്നരായിട്ട് ആടുകളെ മേച്ചു കൊണ്ടുപോകുന്നത് പോലെ അല്ലാഹുവിന്റെ മലക്കുകൾ എന്നെയും നിങ്ങളെയും കൊണ്ടുപോകുമല്ലോ. നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് ചെമ്പിന്റെ തറയിൽ ഇങ്ങനെ നിൽക്കുകയാ. പടച്ചവനെ, പലരുടെയും ശരീരം വിയർക്കുന്നുണ്ടല്ലോ, വല്ലാത്ത ചൂടനുഭവപ്പെടുന്നുണ്ടല്ലോ. എങ്കിൽ ഇതൊന്നും ഒന്നുമല്ല ചെറുപ്പക്കാരാ, വാപ്പാ ഇതൊന്നും ഒരു ചൂടല്ല വാപ്പാ. 15 ലക്ഷത്തോളം കിലോമീറ്ററുകളിൽ മുകളിൽ മുതിരുന്ന സൂര്യൻ അസ്തമിച്ചിട്ട് 10 മണിയായല്ലോ. ഇപ്പോഴും നിനക്ക് ശരീരം വിയർക്കുന്നു, ഇപ്പോഴും നിനക്ക് ചൂടനുഭവപ്പെടുന്നു. എങ്കിൽ ഇതൊന്നും ഒന്നുമല്ല, ചൂടൊക്കെ പരലോകത്താ, ചൂടൊക്കെ പരലോകത്താ. ചൂടുള്ള നാളുണ്ട്, ഖിയാമന്നാളാ. ചുരുക്കി പറഞ്ഞാൽ എന്തു ഹാലാ ചൂളാ. വൻദോഷ വണ്ടിയുമായി വരുന്നേ കാളാ. ക്ഷീണത്തിനാലൊലിക്കുന്നതാണേ ഇളാ. സുഹൃത്തുക്കളെ, സുഹൃത്തുക്കളെ, തിളയ്ക്കുന്നതാണേ മോള. അമലൊന്നുമില്ല തങ്ങു ചെന്ന കോള. പടച്ചവനെ, നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് ചൂള കണ്ടിട്ടില്ലേ ചെറുപ്പക്കാരാ? ഈ പരിസരത്ത് ഒരുപാട് ചൂളകളുണ്ടല്ലോ. ആ മണ്ണിൽ നിന്ന് വെട്ടിയെടുത്ത, മണ്ണിൽ കുഴച്ചെടുത്ത കല്ലുണ്ടല്ലോ. ആ ഇഷ്ടിക എങ്ങനെയാണ് ചുമന്നതെന്നറിയോ? പടച്ചവനെ, ഉണങ്ങിയതിനു ശേഷം അത് പറക്കി അടുക്കി വെച്ച് പച്ചവിറകിട്ട് കത്തിച്ചതിന്റെ നിറം മാറ്റിയ ചൂളയുണ്ടല്ലോ. അതൊന്നുമല്ലടാ ചെറുപ്പക്കാരാ. കാളവണ്ടിയെ കണ്ടിട്ടില്ലേ? ചുമട് വലിച്ചുകൊണ്ട്
വരുന്ന കാളയുടെ വായിൽ നിന്ന് പതയും നൊരയും ഒലിക്കുകയാ. ഇതുപോലെ നാളെ പരലോകത്ത് വെച്ച് കാണാ. അല്ലാഹുവിന്റെ കോടതിയിൽ വെച്ച് മനുഷ്യരുടെ വായിൽ നിന്നൊലിക്കുന്നത് കാണാ. പെങ്ങളെ, അടുക്കളയിൽ ചോറ് വെക്കുമ്പോ കലത്തിനകത്ത് കിടന്ന് ചോറ് തിളയ്ക്കുന്നത് കാണുന്നവളല്ലേ? എങ്കിലും നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ വെച്ച് നിന്റെ തലയോട്ടിക്കകത്ത് കിടക്കുന്ന തലച്ചോറുണ്ടല്ലോ, അത് തിളച്ചിട്ട് മുഖത്തുകൂടെ ഒലിക്കുന്ന ഒരു ദിവസം വരാനുണ്ട്. അന്ന് 15 ലക്ഷം കിലോമീറ്ററുകളിൽ മുകളിൽ നിന്നിരുന്ന സൂര്യനുണ്ടല്ലോ, അല്ലാഹു ഒരു ജാണ് മുകളിലേക്ക് ഇറക്കുകയാണ്. തലയുടെ ഒരു ജാണ് മുകളിൽ ഇങ്ങനെ സൂര്യൻ നിൽക്കുമല്ലോ. ചെമ്പിന്റെ തറയിലാണ് യാ വൈലതാ യാ ഹസ്റതാ, എന്റെ നാശമേ എന്റെ നാശമേ എന്ന് ഞാനും നിങ്ങളും നിലവിളിക്കുന്ന പടച്ച റബ്ബിന്റെ പരലോകമുണ്ടല്ലോ. ആ ചെമ്പിന്റെ തറയിൽ നിന്നുകൊണ്ട് നിലവിളിക്കുന്ന ദിവസം പടച്ചവനെ, മുഖറബുൽ അംലാഖു മലക്കു ജിബ്രീൽ അലൈഹിസ്സലാം നരകത്തിന്റെ കാവൽക്കാരനായ മാലിക് എന്ന് പറയുന്ന മലക്കിന്റെ ചാരത്ത് ചെല്ലുകയാ. മാലിക്കേ, നരകത്തെ കൊണ്ടുവരാൻ അല്ലാഹു പറഞ്ഞിരിക്കുകയാണ്. പടച്ചവനെ, നരകത്തിന്റെ കാവൽക്കാരായ മലക്കുകൾ കിടന്ന് കരയുകയാണ്. എങ്ങനെയാണ് ജിബ്രീൽ ഈ ഭയാനകമായ നരകത്തെ ഞാൻ എങ്ങനെ കൊണ്ടുവരാനാണ്? എനിക്ക് കഴിയില്ല ജിബ്രീൽ. അല്ലാഹുവേ, മാലിക്കിനോട് ജിബ്രീൽ ഓർമ്മപ്പെടുത്തുകയാ. മാലിക്കേ, ഈ പ്രപഞ്ചം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ പടച്ച റബ്ബിന്റെ കൽപ്പനയാ, അല്ലാഹുവിന്റെ കൽപ്പനയാണെന്നവിടെന്ന് ഓർമ്മപ്പെടുത്തുമ്പോ നരകത്തിന്റെ കാവൽക്കാരായ മലക്കുകളോട് പറയുകയാണ്, ചങ്ങലയെടുത്ത് കൊണ്ടുവരാൻ. എന്റെ പ്രിയപ്പെട്ട യുവത്വമേ, 70,000 ചങ്ങലകൾ വലിച്ചു കൊണ്ടുവരികയാ. ഒന്നും രണ്ടുമല്ല, 70,000 ചങ്ങലകൾ വലിച്ചു കൊണ്ടുവരികയാണ്. അല്ലാഹുവേ, ചങ്ങല കണ്ടിട്ടുണ്ടല്ലോ, ആനയെ കെട്ടിയിടുന്ന ചങ്ങല കണ്ടിട്ടുണ്ടല്ലോ, അതിന്റെ കൊളുത്തുകൾ കണ്ടിട്ടില്ലേ ചെറുപ്പക്കാരാ? മോനെ, നരകത്തെ വലിച്ചു കൊണ്ടുവരുന്ന ചങ്ങലയുടെ വലിപ്പമല്ല, നരകത്തെ വലിച്ചു കൊണ്ടുവരുന്ന ചങ്ങലയുടെ വലിപ്പമല്ല, ആ നരകത്തെ വലിച്ചു കൊണ്ടുവരുന്ന ചങ്ങലയിലെ ഒരു കൊളുത്തിന്റെ വലിപ്പം നിനക്കറിയോ? ഈ കാണുന്ന ദുനിയാവിനെക്കാളും വലുതാ, ഈ കാണുന്ന പ്രപഞ്ചത്തിനെക്കാളും വലുപ്പമുള്ള കൊളുത്തുകൾ കൊണ്ടുണ്ടാക്കിയ 70,000 ചങ്ങലകൾ കൊണ്ടുവന്ന നരകത്തെ അങ്ങ് ബന്ധിപ്പിക്കുകയാണ്. റബ്ബേ, ഒരു ചങ്ങലയിൽ 70,000 മലക്കുകള്, ഇങ്ങനെ ഓരോ ചങ്ങലയിലും 70,000 മലക്കുകള്, ലക്ഷക്കണക്കിന് മലക്കുകളെ കരഞ്ഞു വിളിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ നരകത്തെ ഇതാ നാളെ പരലോകത്തേക്ക് കൊണ്ടുവരികയാണ്. അല്ലാഹുവിന്റെ കോടതിയിലേക്ക് നരകത്തെ ഇങ്ങനെ കൊണ്ടുവരുമ്പോ എവിടെയാണ് നരകമെന്ന് ചോദിച്ച പെണ്ണേ, എവിടെയാണെന്ന് ചോദിച്ച ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ ഭയാനകമായ നരകത്തെ നിന്റെ കണ്ണിന്റെ മുന്നിലേക്ക് കൊണ്ടുവരുമ്പോ നീ തന്നെ പറയുമടാ, നീ തന്നെ പറയും പെങ്ങളെ, റബ്ബനാ അബ്സറനാ വസമിഅനാ ഫർജിഅനാ. അല്ലാഹുവിന്റെ നരകത്തെ വലിച്ചു കൊണ്ടുവരുന്ന രംഗം കാണുമ്പോ അല്ലാഹുവിനോട് പറയുന്നു, റബ്ബനാ, എന്റെ രക്ഷിതാവായ അല്ലാഹ്, അബ്സറനാ, കാണുന്നു പടച്ചവനെ, ഞാൻ കണ്ടു റബ്ബേ, നരകം കണ്ടോ, നരകത്തിന്റെ തീ കണ്ടോ, നരകത്തിന്റെ വലുപ്പം കണ്ടോ, ആ നരകത്തിന്റെ ശിക്ഷ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണുന്നു അല്ലാഹ്. വസമിഅനാ, ആ നരകം കടന്ന് വിളിക്കുന്നത്, ആ നരകം കടന്ന് അട്ടഹസിക്കുന്നത് എന്റെ ചെവി കൊണ്ട് ഞാൻ കേൾക്കുന്നു അല്ലാഹ്. അതുകൊണ്ട് ഫർജിഅനാ,
എനിക്കൊരു ചാൻസ് തരണേ അല്ലാ. ഇന്ന് നാളെ പരലോകത്ത് കിടന്ന് തെണ്ടുമെന്ന് പരിശുദ്ധമായ ഖുർആൻ ഇവിടെന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിസ്കരിക്കാൻ പറയുമ്പോ വല്ലാത്ത മടിയല്ലോ മോനെ. അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് 5 നേരം ബാങ്ക് വിളിക്കുമല്ലോ. അയ്യാലൽ അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് 5 നേരം ബാങ്ക് വിളിക്കുമ്പോ നിസ്കരിക്കടോ, വിളിക്കുന്നടോ, പള്ളിയിലേക്ക് പോയി നിസ്കരിക്ക്. നിസ്കരിക്കാത്തവന്റെ ആഖിബത്ത് മോശമാണ്. ഒരു വഖത്ത് നിസ്കാരം ഉസ്താദ് പറഞ്ഞു കൊടുക്കുകയാണ്, മോനെ നിസ്കരിക്കണം മോനെ, മോനെ നിസ്കരിക്കണം മോനെ. നിസ്കരിക്കാത്തവന്റെ ആഖിബത്ത് മോശമാണ്, അവന് ഭയാനകമായ ശിക്ഷയുണ്ട്. ഉസ്താദന്മാര് പറഞ്ഞു കൊടുക്കുമ്പോ ചെറുപ്പക്കാര് പറയുന്ന മറുപടി എന്താ? നിസ്കരിക്കാനൊക്കെ ഇന്നത്തെ യുവതലമുറയോട് നിസ്കരിക്കാൻ പറയുമ്പോ പറയും, അത് ഉസ്താദിന്റെ പണിയാടാ, ബാങ്ക് വിളിക്കുന്നടാ, മുഅദ്ദിന് ശമ്പളം കൊടുത്ത് നിർത്തിയിരിക്കേണ്ടത് ബാങ്ക് വിളിക്കാൻ. പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന ഉടനെ ചോദിക്കുന്നത് മുഅദ്ദിന്റെ ജോലി ബാങ്ക് വിളിക്കാൻ, അയാൾ വിളിക്കണം. നിസ്കാരം നടക്കുന്നത് ഇമാമിന്റെ ജോലി. ഇതൊക്കെ പ്രായമുള്ളവർക്ക് പറഞ്ഞിട്ടുള്ളതല്ലേ, നമുക്ക് എന്തിപ്പാ, വെള്ളിയാഴ്ച മാത്രം പോയാൽ മതി. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നിസ്കാരത്തിന്റെ വിഷയം പറയുമ്പോൾ അത് ഉസ്താദിന്റെ ജോലി. പരിഹാസം, കളിയാക്കൽ, നിസ്കാരം എല്ലാവരുടെ അവസ്ഥയൊക്കെ വളരെ പരിതാപകരമാണ്. അല്ലാഹു ആലം പടച്ചോൻ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നിസ്കാരമൊക്കെ ആർക്കാ, എല്ലാ ഫുട്ബോളിന്റെ പുറകില നടക്കട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. നിസ്കാരമൊക്കെ എന്ത് നിസ്കാരം, ഹാജിയാരും എല്ലാവരും പല കാര്യങ്ങളും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നിസ്കരിക്കാൻ പറയുമ്പോൾ വലിയ മടിയാ. നമ്മളൊക്കെ നിസ്കരിക്കൂലേ? അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നിസ്കരിക്കൂലേ? നമ്മളൊക്കെ നിസ്കരിക്കൂലേ? എല്ലാരും നിസ്കരിക്കും. നിങ്ങൾ എല്ലാരും നിസ്കരിക്കണവരാ. നിസ്കരിക്കാത്ത ആരുമില്ല. സമയത്ത് നിസ്കരിക്കൂല എന്നേ ഉള്ളൂ. അല്ലാഹു തരുമാറാകട്ടെ. എല്ലാരും നിസ്കരിക്കും, എല്ലാരും നിസ്കരിക്കും. സമയത്ത് നിസ്കരിക്കാത്ത 12, 10, 12 ആകുമ്പോ പള്ളിയിൽ മുഅദ്ദിൻ ബാങ്ക് വിളിക്കും. നീ എന്ത് ചെയ്യും? നീ മീൻ വെട്ടിക്കൊണ്ടിരിക്കും. നീ മീൻ വെട്ടണം, തോരൻ വെക്കണം, ചോറ് വെക്കണം, കറി വെക്കണം, പാത്രം കഴുകണം, കുളിക്കണം, തിന്നണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് 2:45, 3 മണിയാകുമ്പോ നീ ഒരു പോക്കുണ്ട് നിസ്കരിക്കാൻ. ഏത് മദ്ഹബാണെന്നൊന്നും ചോദിക്കരുത്. പിന്നെ എന്തിനാ ആമിനാത്ത ആ 12 ഇന്ന സ്വലാത്ത ഖാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. പിന്നെ എന്തിനാ അല്ലാഹ് സമയം വെച്ചിരിക്കണം? നിനക്ക് തോന്നുന്ന സമയത്ത് നിസ്കരിക്കാനാണെങ്കിൽ, നിനക്കൊക്കെ തോന്നുന്ന സമയത്ത് നിസ്കരിക്കും. വവൈലുൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ അല്ലദീന ഹും യുറാഊന വയംനഊനൽ മാഊൻ. വൈലെന്ന് പറയുന്ന നരകം അല്ലാഹ് ഒരുക്കി വെച്ചിരിക്കുന്നത് നിസ്കരിക്കാത്തവനല്ല. നിസ്കരിക്കാത്തവനല്ല അല്ലാഹ് വൈലൊരുക്കി വെച്ചിരിക്കുന്നത്, നിസ്കരിക്കുന്നവന് വേണ്ടിയാ. ആർക്ക്? അലംഭാവം, സമയമില്ല. പള്ളിയുടെ മുമ്പിലാ വീടിരിക്കണത്. പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചു, പോണില്ലേ? കടയാ ഉസ്താദെ, കച്ചവടം ഉണ്ട്. നിസ്കരിക്കാൻ പോകുന്ന സമയത്ത് ഒരു കസ്റ്റമർ വന്നാ കച്ചവടം പോവില്ലേ? അല്ലാഹു അലം. ആരാടാ കട തന്നെ? അല്ലാഹ്. കച്ചവടം തന്നെ ആരാ? അല്ലാഹ്. ആരോഗ്യം തന്ന ആരാ? അല്ലാഹ്. പണം തന്നതാരാ? അല്ലാഹ്. ആ അല്ലാഹ്ക്ക് ഒന്നുകൂടെ അറിയാം. പള്ളിയുടെ മുമ്പിൽ കൊണ്ടിരുത്തി തെണ്ടിപ്പിക്കാനും അല്ലാഹ്ക്ക് അറിയാം. അല്ലാഹു ഈ മന്ദിരം മാറാകട്ടെ. രണ്ടും അല്ലാഹ്നറിയാം. ലൈൻ ശകർതും ലഅസീദന്നകും വലൈൻ കഫർതും മിൻ അദാബി ലശദീദ്. മനുഷ്യൻ ചിന്തിക്കുന്നില്ല, അല്ലാഹ്ന് എല്ലാത്തിനും കഴിവുണ്ടെന്നുള്ള ചിന്ത എനിക്ക് നിനക്കില്ല. നമുക്ക് നിസ്കരിക്കാൻ പറയുമ്പോൾ മടി. മോനെ കള്ളു കുടിക്കരുത്. അല്ലാഹു അലം. ആരാ ഇപ്പൊ കള്ളു കുടിക്കുക? കള്ളു കുടിക്കുന്നുണ്ടോ? ഇപ്പൊ ആരും കള്ളു കുടിക്കുന്നില്ല. ഇപ്പൊ പേവെള്ള അടി കുറവാ. ഇപ്പൊ കഞ്ചാവ് അടിക്കുന്നില്ലാന്നോ? അല്ലാഹു ഈ മന്ദിരം മാറാകട്ടെ. കള്ളുകൂടിയൊന്നുമില്ല. ഒരൊറ്റ വലിയും വലിച്ചിട്ട് ഇറച്ചിക്കോഴി നടക്കണമല്ലോ, തൂങ്ങി തൂങ്ങി നടക്കാ മക്കളൊക്കെ. കൂടിയ ഐറ്റങ്ങളാ. പെരുമ്പാവൂരൊക്കെ ആകുമ്പോ പിന്നെ എപ്പോഴും ഉണ്ട് ഒരുപാട് കാര്യങ്ങളില്ലേ. ഇപ്പൊ മയക്കുമരുന്നാ നമ്മുടെ മക്കളൊക്കെ അടിക്കണം. സുബ്ഹാനല്ലാഹ്. പണ്ടൊക്കെ പേവെള്ളത്തിന്റെ സ്മെല്ലെങ്കിലും ഉണ്ട്. ഇപ്പൊ അതൊന്നുമില്ല. വലിച്ചിട്ട് ഉസ്താദ് നിങ്ങൾക്കറിയാം, നിങ്ങൾ ഇങ്ങനെ ഒന്ന് വലിച്ചു വെക്കുന്ന പറയണേ. ഉസ്താദന്മാർക്കൊന്നും, പള്ളിയിലെ ഖതീബുമാർക്കൊന്നും ഇത് പറയാൻ പറ്റൂല. കാരണം എന്തേ? വീട്ടിലൊക്കെ ഒറ്റയ്ക്കാ ബൈക്കിൽ പോകുന്നത്. അല്ലാഹു കാക്കുമാറാകട്ടെ. ഒരു ഉസ്താദ് വെള്ളിയാഴ്ച കയറിയിട്ട് ഒരു ജംഗ്ഷനിൽ ചെറുപ്പക്കാര് വൈകിട്ട് കൂടി കഞ്ചാവടിക്കുന്നതിനെ കുറിച്ച് അറിഞ്ഞപ്പോ കൊല്ലം ജില്ലയിലുള്ള ഒരു ഉസ്താദ് പ്രസംഗത്തിൽ കയറിയിട്ട് അങ്ങോട്ട് പ്രസംഗിച്ചു. പിറ്റേ ദിവസം സുബഹിക്ക് പോയപ്പോ ബൈക്കിൽ നിന്ന് എറിഞ്ഞ് തറയിലിട്ട് ആശുപത്രിയിലായിരുന്നു. അല്ലാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. ഇതാണ് അവസ്ഥ. കള്ളുകുടിയെ കുറിച്ചൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം ഞാൻ ഇന്നലെ എന്റെ പള്ളിയിൽ പ്രസംഗിച്ചതാ. കള്ളുകുടിയും കഞ്ചാവടിയൊക്കെ പറയും. പണ്ട് കള്ളു കുടിക്കുന്നവൻ പള്ളിയിൽ വരുമോ?
വരുവോ? കള്ളു കുടിക്കുന്നവൻ പള്ളിയിൽ വരൂല, കഞ്ചാവ് അടിക്കുന്നവൻ പള്ളിയിൽ കയറൂല, പലിശ കച്ചവടക്കാരൻ പള്ളിയിൽ കയറൂല. ഇപ്പോഴോ അവൻ കള്ളും കുടിക്കും, നിസ്കരിക്കാൻ വരികയും ചെയ്യും. വെള്ളിയാഴ്ച പള്ളിയിലെ ഖതീബ് കയറി പ്രസംഗിക്കുമ്പോൾ ഇവൻ പറയും ഇതെന്നെ കുറിച്ചാ എന്ന് മനുഷ്യൻ ചിന്തിക്കുന്ന ഒരവസ്ഥ. അങ്ങനെ ആയി മാറി കാലം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പൊ കഞ്ചാവിന്റെ പുറകിലെ നമ്മുടെ മക്കളൊക്കെ അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. പെമ്പിള്ളാരൊക്കെ നിന്ന് വീടി വലിക്കുന്ന വീഡിയോ കൊണ്ട് അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ കാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, കള്ളു കുടിക്കരുത്, കഞ്ചാവ് അടിക്കരുത്, മയക്കുമരുന്ന് ഉപയോഗിക്കരുത്, നരകത്തിൽ പോകൂടാ, സ്വർഗത്തിൽ കയറൂല. ഉസ്താദ് ഒന്ന് വലിച്ചു നോക്കാനാ കുട്ടികൾ പറയാ. ഇന്നത്തെ ചെറുപ്പക്കാരുടെ അവസ്ഥ എന്ന് പറഞ്ഞ, മക്കളെ ഇതൊന്നും ചെയ്യല്ലേ, നബിതങ്ങളെ സ്നേഹിക്കണം, മഹാന്മാരെ സ്നേഹിക്കണം, ഫ്ലക്സ് വെക്കരുതെന്ന് പറഞ്ഞ പള്ളിയുടെ മുമ്പിൽ തന്നെ കൊണ്ടുവെക്കും ഫ്ലക്സ്. പണ്ട് പള്ളിയിൽ വന്ന് എന്തെങ്കിലും ചെയ്യാറുണ്ടായില്ല. ഇപ്പൊ എന്റെ പള്ളിയുടെ മുമ്പിൽ തന്നെ 3 ഫ്ലക്സ് ആയിരിക്കുന്നത്. 2 എടുത്തോണ്ട് പോയി. 2 കാര്യത്തിൽ തീരുമാനമായി, ഒരെണ്ണം കൂടെ ഉണ്ട്. ഇത് അവസ്ഥ. പള്ളിയുടെ മിനാരത്തെക്കാളും വലുപ്പമുള്ള ഫ്ലക്സുകളായി ഇന്ന് പള്ളികളുടെ മുമ്പിൽ. ചെറുപ്പക്കാർ പറഞ്ഞ ഓപ്പോസിറ്റ്, ഉസ്താദിന്റെ റൂമിനകത്ത് വെക്കാൻ പറ്റുമെങ്കിൽ ഞാൻ പറയണത് പള്ളിയുടെ മുകളിലേക്ക് എത്തി കെട്ടണം, അപ്പൊ സമാധാനമാവുമല്ലോ. ഫുട്ബോൾ കളി, എന്റെ പ്രിയപ്പെട്ടവരെ, അതൊക്കെ പോകട്ടെ, നമ്മൾ അതിലേക്ക് കിടക്കുന്നില്ല. ഇതൊക്കെ പറയുമ്പോ ഇന്നത്തെ യുവത്വം ഇതൊന്നും അംഗീകരിക്കുന്നില്ലല്ലോ, നിസ്സാരമായിട്ട് അവഗണിക്കുകയാ. മക്കളെ അവിടെ നല്ല കോലത്തിൽ നടക്കടാ. പള്ളിയിലെ ഖതീബ് പറയുന്ന, മോനെ മുടിയൊന്ന് വെട്ടടാ, മുടി വെട്ടടാ, നല്ല പോലെ നടക്കടാ. എന്ത് മുടി വെട്ടാൻ, പടച്ചവനെ വളർത്തിക്കൊണ്ട് നടക്കാം, കുരുവിക്ക് കൂട് വെക്കാൻ പറ്റുന്ന രീതിയിൽ. ചെറിയ മക്കൾ വരെ, ഈ 10 വയസ്സിന്റെ പ്രായമുള്ള മക്കൾ, 10 വയസ്സുള്ള കുട്ടികൾ വരെ മുടി. ഇന്ന് ബാർബർ ഷോപ്പിൽ പോകുമ്പോ ഒരു ബോർഡ് കാണാം, ഒരു വലിയ ഫ്ലക്സ് കാണാം, മോഡൽ എടുത്താൽ മതി, കാണിച്ചു കൊടുത്താൽ മതി ബംഗാളിയോട്, അവനതുപോലെ വെട്ടിത്തരും. മലയാളികളൊക്കെ പോയില്ലേ, അവരാണല്ലോ എവിടൊക്കെ മുടി വെട്ടുന്ന കോലങ്ങൾ. പടിപടിയായി മുടി വെക്കുക. എടാ, മുട്ടുമുക്കളിന്റെ ഇടയിലുള്ള ഭാഗം ഔറത്താണെന്ന് അറിയാത്ത ഏതെങ്കിലും ഒരു മഖ്ലൂഖുണ്ടോ ദുനിയാവിൽ? എല്ലാവർക്കും അറിയാം മുട്ടുമുക്കളിന്റെ ഇടയിലുള്ള ഭാഗം ആണിന്റെ ഔറത്ത്, പെണ്ണിന്റെ ഔറത്ത് അറിയാമല്ലോ. പടച്ചോന് നമ്മുടെ മക്കളൊക്കെ കീറിയ പാന്റ്, തുടകീറിയ പാന്റ് ഇട്ടുണ്ടാ നടക്കുന്നത്. ഒന്ന് ആലോചിക്കേ. അള്ളാഹു നമ്മുടെ മക്കളുടെ ദാരിദ്ര്യം അള്ളാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ. ആമീൻ പറ. പാപ്പ വലിയ കാറിലൊക്കെയാ നടക്കുന്ന, പള്ളിയിലെ കമ്മിറ്റിക്കാരനും ഹാജിയാരൊക്കെയാ, മോനോ കീറിയ പാന്റ് ഇട്ടുണ്ടടക്കാം. ദാരിദ്ര്യം. അള്ളാഹു അലം. നിങ്ങൾക്കൊന്നും കരുണയും തോന്നുന്നില്ലല്ലോ. മക്കള് കീറിയ പാന്റ്, ഇപ്പൊ പെണ്ണുങ്ങൾ കീറിയ പാൻറ്റാ ഇടുന്ന പഠിച്ചത്. എന്താ അവസ്ഥ എന്നറിയാം. സുബ്ഹാനല്ലാഹ്. പണ്ടത്തെ പെണ്ണുങ്ങള്, നമ്മുടെയൊക്കെ ഉമ്മമാര്, അല്ലാഹു അവർക്ക് സ്വർഗം കൊടുക്കുമാറാകട്ടെ. പണ്ട് പെണ്ണുങ്ങള് തുണി കഴുകുന്ന സമയത്ത് ഒരു ബട്ടൻസ് പോയാ നമ്മുടെ ഉമ്മ തച്ചു തരും. എവിടെങ്കിലും അല്പം കീറിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉമ്മമാര് തച്ചു തരും. എത്ര നല്ല ഉമ്മമാര്. നീ എങ്ങാണ് നിന്റെ മോന്റെ കീറിയ പാന്റ് കണ്ടിട്ട് തയ്ക്കണ്ട, ഒരു പുതിയതെങ്കിലും വാങ്ങിച്ചു കൊടുത്തൂടെ? അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതാണോ നമ്മുടെ ഇന്നത്തെ അവസ്ഥ. മക്കളെ വ്യഭിചരിക്കരുത്. എന്ത് വ്യഭിചാരം? മുടി പോലും പുറത്ത് കാണിക്കരുത്. അന്യപുരുഷനോട് സലാം പറയരുത്. എവിടെ പടച്ചോനെ, ഇനി വരാൻ പോകുന്ന കാലഘട്ടം ഒരു ബെഞ്ചിൽ ഇരുന്നുകൊണ്ട് മുഷാവറ ചെയ്യേണ്ട കാലഘട്ടം വരുന്നത്. അള്ളാഹു കാക്കുമാറാകട്ടെ. ഇനി സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ, നമ്മളൊക്കെ പഠിക്കുമ്പോ ഈ അടുത്തൊരു ചെറുപ്പക്കാരൻ ഈ മൊബൈലിലൊക്കെ ഒരു വാർത്ത ഉണ്ടായിരുന്നു. ഇനി ഒരു കാലം വരുന്നു, ആണുങ്ങളും പെണ്ണുങ്ങളും ഒരു ബെഞ്ചിലിരുന്ന് പഠിക്കുന്ന കാലം. നമ്മളൊക്കെ പണ്ട് പഠിക്കുമ്പോ അവിടെ ഒരു ആൺ സ്കൂൾ, ഇവിടെ ഒരു പെൺ സ്കൂള്. കുറച്ച് കഴിഞ്ഞപ്പോ അവിടെ ആൺപിള്ളേർ, ഇവിടെ പെൺപിള്ളേര്. ഇപ്പൊ പറയുന്നു ഒരു ബെഞ്ചിനകത്ത് ആണും പെണ്ണും ആണും. പിള്ളേന്മാരൊക്കെ പറയാ, പഠിച്ചോൻ ഇപ്പോഴും കാണാൻ പഠിച്ചാൽ മതിയായിരുന്നു സ്കൂളിൽ. കാരണം അങ്ങനെ ഇരിക്കാൻ വരുന്നൊരു കാലം. അപ്പൊ അതിനെക്കുറിച്ച് എന്നിട്ട് നീ മുഷാവറ ചെയ്യണമെന്ന കുട്ടികൾ കൂടെ ഇരിക്കുമ്പോ പല കാര്യങ്ങളെ കുറിച്ച് മുഷാവറ, ഉസ്താമാരിക്കുന്നെന്ന് ഞാൻ പറയണില്ല, മുഷാവറ ചെയ്യേണ്ട ഒരു കാലഘട്ടം വരികയാണ്. നമ്മളൊന്നും അറിയണില്ല ഇവിടെ നടക്കണതൊക്കെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇനിയുള്ള കാലഘട്ടം വളരെ മോശമായ കാലഘട്ടം. ഇനി ജീവിക്കണമെങ്കിൽ ദീനില്ലാതെ പറ്റൂല. ദീനില്ലാതെ പറ്റൂല. നമ്മുടെ പെൺമക്കളൊക്കെ പർദ്ദയും ഹിജാബും ധരിച്ച് സ്കൂളിൽ നിന്നൊക്കെ ഒരു ഫോട്ടോ എടുക്കുമ്പോ വേണ്ട, മുഖം തിരിച്ചോടും. പണ്ടത്തെ പെൺപിള്ളേരൊക്കെ ഒരു ഫോട്ടോ എടുക്കാൻ വന്ന മുഖം കാണിക്കൂലോ, പുസ്തകവും പിടിച്ചോണ്ട് പോകും. ഓണം വന്ന സാരി എടുത്തോണ്ട് പോയി നിന്നിട്ട് ആടും. ഇത് അവസ്ഥത്തേക്ക് ഉമ്മത്തിന്റെ അവസ്ഥ എന്തെന്നറിയാം. ഇതൊക്കെ പറയുമ്പോ ക്ലിപ്പ് എവിടേക്ക് ഇറങ്ങുമെന്ന് അല്ലാഹു നമുക്കറിയില്ല. എങ്കിലും എന്റെ പ്രിയപ്പെട്ടവരെ, പറയേണ്ടത് പറയണമല്ലോ. ഫർദ ധരിച്ചവന്റെയും ഹാജിയാരുടെയും പള്ളിക്കമ്മറ്റിക്കാരന്റെയും ഉസ്താദന്മാരുടെ അവസ്ഥയും പടച്ചവനെ പരിതാപകരമാ. പള്ളിയിലെ ജനങ്ങളെ മുഴുവനും വഅദ് പറഞ്ഞ് നന്നാക്കുന്ന ഉസ്താദന്മാരുടെ മക്കള് പോലും വളരെ മോശമായ രീതിയിൽ ആധുനിക യുഗത്തിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് കടന്നു പോകുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും നടന്നോ, എന്തു വേണമെങ്കിലും ചെയ്തോ, എന്തു വേണമെങ്കിലും കുടിച്ചോ, അതിനുള്ള അവകാശം നിങ്ങൾക്കുണ്ടല്ലോ. ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറാ.
അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖുർആൻ പറയുകയാ, ഒരു കുട്ടിക്ക് പ്രായപൂർത്തിയാകുന്നത് വരെ ആ കുട്ടി എന്ത് നന്മ ചെയ്താലും അതിന്റെ പ്രതിഫലം അവരുടെ മാതാപിതാക്കൾക്ക്, എന്ത് തിന്മ ചെയ്താലും അതിന്റെ ശിക്ഷ അവരുടെ മാതാപിതാക്കൾക്ക്. എന്നാ പ്രായപൂർത്തിയായി കഴിഞ്ഞാലോ അല്ലാഹു പറയുകയാ, പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ അല്ലാഹു പറയുകയാ, മോനെ ഇത് സ്വർഗ്ഗത്തിലേക്കുള്ള വഴി, ഇത് നരകത്തിലേക്കുള്ള വഴി, ഏത് വേണമെങ്കിലും നീ തെരഞ്ഞെടുത്തോ. ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാകിറ വ ഇമ്മാ കഫൂറ. ഇത് സ്വർഗ്ഗത്തിലേക്കുള്ള വഴി, ഇതിലേ പോയാൽ നിസ്കരിക്കണം, നോമ്പ് പിടിക്കണം, നിനക്ക് തോന്നുന്നത് പോലെ ജീവിക്കാൻ പറ്റൂല, ഞാൻ പറയുന്നത് പോലെ ജീവിക്കണം. പ്രയാസമാ, ദുഃഖമാ, ദുരിതമാ, ഈ കാണുന്ന വഴിയിലൂടെ സഞ്ചരിക്കൽ വളരെ പ്രയാസമാ, പക്ഷെ അവസാനം സ്വർഗമാണ്. ഇതിലേ പോയാൽ കള്ളു പിടിക്കാം, പെണ്ണ് പിടിക്കാം, പലിശ തിന്നാം, എന്തു തോന്നിവാസവും കാണിക്കാം, ഒരുത്തനും ചോദിക്കൂല. പക്ഷെ ഇതിന്റെ അവസാനം നരകമാ. ഏത് വേണമെങ്കിലും നീ തെരഞ്ഞെടുക്ക്, ഏത് വേണമെങ്കിലും നീ തെരഞ്ഞെടുക്ക്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, എന്തൊക്കെ പറഞ്ഞാലും ജീവിതത്തിൽ ഒരു മാറ്റമില്ലാതെ നടക്കുന്നവർ പറയേണ്ടവര് പറയുമല്ലോ, ഞങ്ങൾ ഇങ്ങനെ തന്നെയാണ് ഉസ്താദ്, ജീവിതത്തിൽ ഒരു മാറ്റമില്ലല്ലോ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നവരോട് ഞാൻ നിങ്ങൾക്ക് ഒരായത്ത് പറഞ്ഞു തരാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് ഞാൻ പറഞ്ഞു തരാ. ഏത് മറന്നാലും ഇത് മറക്കല്ലേ, ഏതായത്ത് മറന്നു പോയാലും ഈ ആയത്ത് മറന്നു പോകല്ലേ. ആൺകുട്ടികളുടെ കയ്യിൽ പിടിച്ചു നടക്കുന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട്, ആ പടച്ചവനെ ശരീരം മറക്കാതെ നടക്കുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ, ധരിച്ചുകൊണ്ട് അള്ളാന്റെ ദീനിനെതിരായി പ്രവർത്തിക്കുന്ന പെൺകുട്ടികളുണ്ടല്ലോ, മക്കളെ, അല്ലാഹുവിന്റെ ദീനിനെ നാണം കെടുത്തുന്ന രീതിയിലുള്ള ജീവിതം നയിക്കുന്ന ചെറുപ്പക്കാരാ, എങ്ങനെ വേണമെങ്കിലും നടന്നോടാ, പക്ഷേ ഒരായത്ത് മറക്കല്ലേ, ഒരേ ഒരായത്ത് നീ മറക്കല്ലേ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഏതായത്ത് നിനക്ക് ഓർമ്മയില്ലെങ്കിലും ഞാൻ നിനക്കൊരായത്ത് പറഞ്ഞു തരാ. ഏതായത്തെന്നറിയോ? പടച്ചവനെ 1400 വർഷങ്ങൾക്ക് മുമ്പ് യുദ്ധത്തിന് വേണ്ടി സ്വഹാബത്ത് കടന്നു പോവുകയാ. യുദ്ധത്തിന് വേണ്ടി കടന്നു പോകുമ്പോ ഒരു ചെറുപ്പക്കാരനായ സ്വഹാബി ഉണ്ടായിരുന്നു. പടച്ചവനെ യുദ്ധത്തിന് പോകുന്ന വഴിയിൽ ഒരു സുന്ദരിയായ പെണ്ണിനെ കണ്ടപ്പോ ആ പെണ്ണിനോട് അവിടുന്ന് പ്രണയം തോന്നുകയാണ്, ആ പെണ്ണിനോട് അവിടുന്ന് സ്നേഹം തോന്നുകയാണ്. കൂടെയുള്ള പ്രായമുള്ള സ്വഹാബികളൊക്കെ ഉപദേശിച്ചിട്ടും അവൻ നേരെയാകുന്നില്ല. പ്രണയം തലയ്ക്ക് പിടിച്ചു. ആ പെണ്ണിന്റെ അടുക്കൽ ചെന്ന് തന്റെ മോഹം പറയാ പോകുകയാ. ആ പെണ്ണിന്റെ അടുക്കൽ ചെന്നിട്ട് നിന്നെ ഇഷ്ടമാണ്, എനിക്ക് നിന്നെ വേണമെന്ന് പറയാ പോകുമ്പോ സ്വഹാബികളൊക്കെ തടഞ്ഞിട്ടും ചെറുപ്പക്കാരൻ നിൽക്കുന്നില്ല. അവസാനം ആ പെണ്ണിന്റെ ചാരത്തു ചെന്നു. അവിടെന്ന് തന്റെ ആഗ്രഹം പറഞ്ഞു. ആ ജൂതപ്പെണ്ണ് പറഞ്ഞു, എന്നെ നിനക്ക് വേണോ? നിന്റെ മതം കളഞ്ഞിട്ട് എന്റെ മതത്തിലേക്ക് കടന്നു വാ. പടച്ചവനെ, ആ സ്വഹാബി അവിടെന്ന് മതം മാറുകയാണ്, യഹൂദ മതം സ്വീകരിക്കുകയാണ്, അവളോടൊപ്പം ജീവിതം തുടങ്ങുകയാണ്. സ്വഹാബികൾക്ക് വലിയ വല്ലാത്ത പ്രയാസമായി. യുദ്ധം പോലും പരാജയപ്പെടുകയാ. ആ യുദ്ധം പോലും പരാജയപ്പെട്ടു. പടച്ചവനെ, ഒരുപാട് നാള് കഴിഞ്ഞു. ആ യുദ്ധത്തിന് പോയ ഒരു സ്വഹാബി ആ നാട്ടിലൂടെ നടന്നു പോകുമ്പോ ഈ മതം മാറിയവനെ ഓർമ്മ വന്നോ, ഒന്ന് കാണാൻ തോന്നി. അവനെ കണ്ടുപിടിച്ചു, അടുത്ത് ചെന്ന് വിശേഷങ്ങളൊക്കെ ചോദിച്ചു. അവസാനം അവിടുന്ന് പിരിയുമ്പോ അവിടുന്ന് ചോദിച്ചു, ചെറുപ്പക്കാരാ, നീ അല്ലാഹുവിന്റെ ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ചവനായിരുന്നല്ലോ, നീ ഒരു ഹാഫിളായിരുന്നല്ലോ, നീ ഒരു ഹാഫിളായിരുന്നല്ലോ. മോനെ, നിനക്ക് ഏതെങ്കിലും ഒരു സൂറത്ത് ഓർമ്മയുണ്ടോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഏതെങ്കിലും ഒരു സൂറത്ത് നിനക്ക് ഓർമ്മയുണ്ടോ? ആ ചെറുപ്പക്കാരനോട് ചോദിക്കുമ്പോ അവിടെന്ന് പറഞ്ഞു, എല്ലാം ഞാൻ മറന്നുപോയി, എല്ലാ സൂറത്തുകളും ഞാൻ മറന്നുപോയി. എനിക്കൊരേ ഒരായത്ത് ഓർമ്മയുണ്ട്, എനിക്കൊരേ ഒരായത്ത് ഓർമ്മയുണ്ട്. എല്ലാ സൂറത്തുകളും മറന്നുപോയാലും ആ ചെറുപ്പക്കാരൻ ഒരേ ഒരായത്ത് ഓർമ്മയുണ്ടായിരുന്നു. എന്റെ സഹോദരങ്ങളോട് പറയുകയാ, എന്റെ സഹോദരിമാരോട് പറയുകയാ, നിങ്ങളൊക്കെ എന്ത് മറന്നുപോയാലും ഈ ആയത്ത് നിങ്ങൾ മറക്കരുത്. ഏതായത്തെന്നറിയുമോ? يوم ترجعون فيه إلى الله
ഏതൊക്കെ ആയത്ത് മറന്നാലും നിങ്ങൾ ഇത് മറക്കല്ലേ. അല്ലാഹ് പറയുകയാ വത്തഖൂ യൗമന തുർജഊന ഫീഹി ഇലല്ലാഹ്. നീയൊക്കെ എവിടെ വരെ പോകാനാ? നമ്മൾ പറയുമല്ലോ ഓം തോടിയാൽ എവിടെ വരെ ഓടുമെന്ന്. അല്ലാഹു പറയുകയാ നീയൊക്കെ എങ്ങനെ വേണമെങ്കിലും നടന്നോ, ആസ്വദിക്കടാ ചെറുപ്പക്കാരാ, സുഖിക്കു വാപ്പമാരെ, പെങ്ങളെ, തോന്നിവാസികളെ പോലെ നിങ്ങളൊക്കെ നടന്നോ. നിങ്ങളെ ചോദിക്കാനും പറയാനും തടയാനും ആരുമില്ല. നിങ്ങളൊക്കെ സുഖിച്ച് നടന്നോ. പക്ഷേ നീയൊക്കെ സൂക്ഷിച്ചോ. യൗമന തുർജഊന ഫീഹി ഇലല്ലാഹ്. എന്റെ മുന്നിൽ നിന്നെയൊക്കെ ഞാൻ തിരിച്ചു കൊണ്ടുവരമടാ ചെറുപ്പക്കാരാ. ഒരു ദിവസം വരുവടാ നീയൊക്കെ എന്റെ മുന്നിൽ നിന്നെയൊക്കെ ഞാൻ കൊണ്ടുവരുന്ന ഒരു ദിവസമുണ്ട്. ഞാൻ ആരാണെന്ന് നിനക്കന്ന് ഞാൻ കാണിച്ചു തരാ. ഞാൻ നിനക്കൊക്കെ ഒരുക്കി വച്ചിരിക്കുന്നത്, ഞാൻ നിനക്കൊക്കെ വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നത് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാ. ഇന്നാ മിനൽ മുജ്രിമീന മുൻതഖിമൂൻ. അല്ലാഹു പറയുന്ന പെങ്ങളെ, നിനക്ക് ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ടടി മോളെ. എന്റെ അനുഗ്രഹങ്ങൾ മുഴുവനും ഇരുകൈയും നീട്ടി സ്വീകരിച്ചിട്ട് ഈ ദുനിയാവിന്റെ തുലിക്കമുകളിലൂടെ അല്ലാഹനെ മറന്നുകൊണ്ട് ധിക്കാരികളെ പോലെ, അഹങ്കാരികളെ പോലെ, തോന്നിവാസത്തോടെ ജീവിതം നയിക്കുന്നവരോട് അല്ലാഹ് പറയുകയാ ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്, ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. വമൻ അളിമു മിമ്മൻ ദുക്കിറ ബിആയാതി റബ്ബി സുമ്മ അറള അൻഹാ ഇന്നാ മിനൽ മുജ്രിമീന മുൻതഖിമൂൻ. അല്ലാഹു പറയുകയാ ഞാൻ ആരാണെന്ന് ഞാൻ കാണിച്ചു തരാം. നിന്നെയൊക്കെ ഞാൻ ഒരു ദിവസം കൊണ്ടുവരും എന്റെ മുന്നിൽ. എവിടൊക്കെ പോയാലും അവസാനം നിങ്ങളെ മുഴുവനും ഞാൻ എന്റെ മുന്നിൽ കൊണ്ടുവരും. നീ ഓർത്തു വെച്ചോ, നീയൊക്കെ ഓർത്തു വെച്ചോ. ഇന്നാ മിനൽ മുജ്രിമീന മുൻതഖിമൂൻ. ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നരകം, ഭയാനകമായ ശിക്ഷ. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അതുകൊണ്ട് വിശുദ്ധമായ ഖുർആൻ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ കേട്ട് അതിനെ അവഗണിക്കുന്ന മനുഷ്യന് അല്ലാഹു കൊടുക്കുന്ന രണ്ടാമത്തെ ശിക്ഷ, അവൻ അല്ലാഹു ഭയാനകമായ ശിക്ഷ ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നിസ്കരിക്കുമ്പോ പോലും വലിയ സൂറത്ത് ഓതിയിട്ട് നിസ്കരിക്കാൻ പാടില്ല. ഉസ്താദന്മാര് നിസ്കരിക്കുന്ന സമയത്ത് പോലും വലിയ സൂറത്ത് ഓതരുത്. കാരണം എന്തേ? ഉസ്താദിന്റെ പുറകിൽ യാത്രക്കാരുണ്ട്, പ്രായമുള്ളവരുണ്ട്, രോഗികളുണ്ട്, പല അത്യാവശ്യത്തിന് പോകേണ്ടവരുണ്ട്. ഉസ്താദ് വലിയ സൂറത്ത് ഓതി നിസ്കരിച്ച പുറകെ നിൽക്കുവൻ ചിന്തിക്കല്ല ഇയാൾ എന്താ ഹത്ത പോകുന്നവിടെ. അപ്പൊ നിസ്കരിക്കുന്ന സമയത്ത് പോലും പുറകിൽ നിൽക്കുന്നവരെ പ്രയാസപ്പെടുത്താൻ പാടില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. അപ്പോൾ വഴുത കേട്ടാൻ വരുന്നവരെ ബുദ്ധിമുട്ടിക്കാൻ പാടുണ്ടോ? ബുദ്ധിമുട്ടിക്കാൻ പാടണ്ട? ഇല്ല, ഇൻഷാ അല്ലാഹ്.